കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. അവൻ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ഡോൺ ബോസ്കോ അല്ലെങ്കിൽ ജോൺ ബോസ്കോ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം ധ്യാനിക്കുകയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്നേ ചെറുപ്പത്തിലെ പിതാവ് മരിച്ച ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. നമുക്കറിയാം, അപ്പൻ മരിച്ചു കഴിയുമ്പോൾ, അപ്പനില്ലാതായി കഴിയുമ്പോൾ അമ്മ തന്നെ വളർത്തിയ ഒരു മകൻ വഴിതെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അമ്മ വളരെ ശ്രദ്ധാപൂർവം വിശ്വാസത്തിൽ, ഭക്തിയിൽ ഈ മകനെ വളർത്തി. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. ഈ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നു. എന്നിട്ട് ഞങ്ങളെ നേർവഴി പഠിപ്പിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഒരു മിടുമിടുക്കിയായ, കാണാൻ സുന്ദരിയായ ഒരു സ്ത്രീയും അടുത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീടാണ് അദ്ദേഹത്തിന് പരിശുദ്ധ കന്യകാമറിയമായിരുന്നു അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഡോൺ ബോസ്കോ. യുവജനങ്ങൾക്ക്, കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഏത് തുറയിൽപ്പെട്ടവർക്കും ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ അനുഗമിക്കാനും വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധൻ എന്ന് നമുക്കറിയാം. ഇന്ന് ലോകമാസകലം പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു സഭയാണ് ഡോൺ ബോസ്കോയുടെ സഭ. ഒത്തിരിയേറെ ആളുകൾ ആ സഭയുടെ അംഗങ്ങളായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും വേണമെങ്കിൽ വിശുദ്ധരായി ജീവിക്കാൻ പറ്റും. നമുക്കും വേണമെങ്കിൽ ദൈവസ്നേഹാജ്ഞയാൽ ജ്വലിച്ച് ജീവിക്കാൻ പറ്റും. നമുക്കും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടേതായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹം അഗ്നിയായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പേര് ചോദിക്കുന്ന, പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തിനു കുമ്പസാരിക്കണം? ഞാൻ വ്യഭിചാരം, കൊലപാതകം ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയി. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കാര്യത്തിനും പോകുന്നില്ല, പിന്നെന്തിനാ ഈ കുമ്പസാരം? ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ദാവീദിന് ഒരു വലിയ ശിക്ഷ ഇത് ലഭിക്കുന്നത്. ദാവീദിനും അവൻ്റെ ദേശത്തിനും 3 വർഷത്തെ കാര്യം, 3 മാസത്തെ കാര്യം, 3 ദിവസത്തെ കാര്യം. ഓപ്ഷൻ A, B, C ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്തോണമെന്ന് പറഞ്ഞു. ഇനി ദാവീദ് ചെയ്ത പാപം സാധാരണക്കാര് ബൈബിള് വായിച്ചാൽ അവർക്ക് മനസ്സിലാവണമെന്ന് പോലുമില്ല. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷിക്കുത്തുണ്ടായി. ജനസംഖ്യ എടുക്കുന്നതിൽ എന്താ തെറ്റ്? ജനസംഖ്യ എടുക്കാൻ കർത്താവ് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ്, ജനസംഖ്യ എടുക്കാൻ യോവാബിനെ ദാവീദ് നിയോഗിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേലിൽ നമുക്ക് 8 ലക്ഷം പേരുണ്ട്, യൂദായിൽ നമുക്ക് 5 ലക്ഷം, 8 × 5 13 ലക്ഷം പേര്
യോദ്ധാക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ദാവീദിന് പറ്റിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ദൈവാശ്രയം വിട്ടിട്ട് മനുഷ്യശക്തിയിൽ ആശ്രയിച്ചു. ഇത്രയും പേരുണ്ട്, നമുക്ക് ധൈര്യമായിട്ട് യുദ്ധത്തിന് പോയാലും വിജയിക്കും. നമ്മൾ കാണുന്നുണ്ട് 1 സാമുവേൽ 18-14 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് പോയി, അവൻ്റെ കൂടെ പോയി. അതുകൊണ്ട് അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവ് വിജയിപ്പിച്ചു. ഇതെല്ലാം മറന്നിട്ടാണ് ഇങ്ങനെ അത്ഭുതകരമായ വിജയങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് ദാവീദ്. അത് 13 ലക്ഷം പോയിട്ട് 13 കോടി ആൾക്കാരുണ്ടെങ്കിലും ദൈവം ചെയ്തത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യം വിസ്മരിച്ച് മനുഷ്യരിൽ ആശ്രയിക്കുന്ന, മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്ന ദാവീദിനെ കാണാൻ പറ്റും. അതായിരുന്നു അവൻ്റെ പാപം. പെട്ടെന്ന് അവന് തിരിച്ചറിവുണ്ടായി. അവൻ പറഞ്ഞു, ഞാൻ മാരകമായ പാപം ചെയ്തു. ഇന്ന് ദൈവാശ്രയത്വത്തെക്കാൾ മനുഷ്യശക്തിയിൽ, സ്വന്തം കഴിവിൽ, സമ്പത്തിൽ ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അങ്ങനെയാണെങ്കിൽ അവർ പറയും, ഞാനെന്തു കുമ്പസാരം നടത്താനാണ്, ഞാൻ കൊലപാതകവും വ്യഭിചാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-7 വചനങ്ങൾ വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. 5-ാമത്തെ വചനം പറയുന്നത്, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. അവർ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, എപ്പം വേണേലും അത് ഉണങ്ങിപ്പോകാം. എന്ന് പറഞ്ഞാൽ മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ലോകത്തിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ. എനിക്ക് ആവശ്യത്തിലേറെ സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കണം, അങ്ങനെ ചിന്തിക്കുന്നവർ മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്നവരാണ്. പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ, കൂദാശകളില്ലാതെ ജീവിക്കുന്നവർ മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്നവരാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരല്ല. ദൈവാശ്രയത്വമുള്ളവർ ദിവസവും അവർ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തും പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെന്നും തെളിയിക്കാൻ. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ, ആ കൃപയിൽ ആശ്രയിച്ച് വേണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം മുമ്പോട്ട് പോകാൻ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയായിരിക്കും, അത് എപ്പം വേണേലും ഉണങ്ങിപ്പോകാം. 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ജെറമിയ 17-7 നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. ഇക്കാര്യമാണ് ദാവീദ് മറന്നുപോയത്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവരാറ്റ് തീരത്ത് നട്ട വൃക്ഷം പോലെ. നമുക്കറിയാമല്ലോ, ഒരുപാട് വെള്ളം വേണ്ട മരങ്ങളൊക്കെ ആ വെള്ളം കിട്ടാനായിട്ട് സാധ്യതയുള്ളിടത്താണ് നമ്മൾ കൊണ്ട് കുഴിച്ചു വെക്കുന്നത്. കാരണം അതിന് ആവശ്യത്തിലേറെ വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ആ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പച്ചപ്പ് മാറുന്നില്ല. ആറ്റുതീരത്ത് നട്ട വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതുപോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അവസ്ഥയെന്ന് ദൈവവചനം തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ ഇലകൾ വാടില്ല, കാരണം അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ശരിക്കും പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാലും മുഖം വാടില്ല, കടബാധ്യത വന്നാലും മുഖം വാടില്ല. കാരണം അവരുടെ വേര് ദൈവത്തിങ്കിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അവർക്ക് പ്രാർത്ഥനയും വിശ്വാസവും ദൈവാശ്രയത്വം ഉണ്ട്. ദൈവം അറിയാതൊന്നും വരുന്നില്ല. ദൈവം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ള ആ ഒരു ബോധ്യം അതവരെ പ്രത്യാശയിലേക്ക് നയിക്കും. പ്രത്യാശയുള്ളവർ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്നൊരു രംഗം. അവൻ പഠിപ്പിച്ചത് വലിയ കാര്യങ്ങളാണ്. ആളുകൾ അവനെ കണ്ടത് വെറും നിസ്സാരനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു മരപ്പണിക്കാരൻ. അവർ കണ്ടു അവൻ്റെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ അമ്മ, വളർത്തു പിതാവ്, ഇവരെയൊക്കെ കണ്ടു. ഈ വളർത്തു പിതാവിനോടൊപ്പം നിന്ന് മരപ്പണി ചെയ്യുന്ന കാർപ്പൻ്ററായിരുന്ന ഒരു യേശുവിനെ അവർ കണ്ടിരുന്നു. പറയുകൊണ്ട് അവർ വലിയ വിലയൊന്നും കൽപ്പിച്ചില്ല. ഇനി നമ്മൾ കാണുകയാണ്, ഇവൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ചിന്ത മാറി. ഇവൻ ആര്? ഇവൻ ഇതെല്ലാം എവിടുന്ന് കിട്ടി? ഇവനെ നമുക്കറിയാമല്ലോ, ഇവൻ്റെ അമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയെല്ലാം പറഞ്ഞ് അവനിൽ ഇടറുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, തൊഴിലിൻ്റെ മാഹാത്മ്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുക. തൊഴിലിൻ്റെ മാഹാത്മ്യം. മർക്കോസ് 6-3 വചനത്തിൽ യേശുവിന് കിട്ടിയ ചെല്ലപ്പേരാണ് മരപ്പണിക്കാരൻ.
അത് അങ്ങനെ ഒരു പേര് കിട്ടാനുള്ള കാരണം മരപ്പണി ചെയ്തുകൊണ്ടാണ്. ഒരു കാർപ്പൻ്ററായിട്ട് അവന് അധ്വാനിച്ചത് കൊണ്ടാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടാത്തത് കൊണ്ട്, വൈറ്റ് കോളർ ജോബ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കും. അതല്ല, ഇവിടെ നമ്മൾ കാണുകയാണ് ഏത് ജോലിയും ചെയ്യാനായിട്ട് സന്നദ്ധനായിട്ട് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയായിട്ട് ഏത് തൊഴിലിനും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. 2 തീമോത്തി 2-ാം അധ്യായം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ അവകാശം. ആദ്യഫലത്തിൻ്റെ അവകാശമുള്ളത് അധ്വാനിക്കുന്ന കർഷകനാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 24-22 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുന്ന ജ്ഞാനി പാപത്തിൽ വീഴില്ല. പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ നമ്മൾ അധ്വാനശീലരാകണം. ഈ അലസരായിട്ടുള്ളവരെ പാപം പിടികൂടും, അവനിൽ തിന്മ വളർന്നു വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും പ്രഭാഷകൻ 31-22 എടുത്താൽ അവിടെ പറയുന്നുണ്ട്, ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുക, എങ്കിൽ രോഗം നിന്നെ പിടികൂടില്ല. ചെയ്യാവുന്ന ജോലി ചെയ്യാതെ അലസരായിട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൂടെ പോകുന്ന രോഗം കൂടെ നമ്മളെ പിടികൂടും. അത് വരാതിരിക്കാൻ ഏത് ജോലിയും ഉത്സാഹത്തോടെ ചെയ്യുക. ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് നോക്കണ്ട, ഏത് ജോലിയും, ഏത് മീനിയൽ വർക്കാണേലും അത് നമുക്ക് ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരുപാട് ദൈവിക സംരക്ഷണം ഉണ്ടാകും. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.